അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ഒരു തുള്ളി വെളിച്ചം എന്ന പംക്തിയിലെ എൻ്റെ സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, സർവശക്തനായ തമ്പുരാൻ നാം പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹായ കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഇസ്ലാമിക പ്രബോധന മേഖലയിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ പ്രശോഭിച്ചിരുന്ന ഉന്നതമായ വ്യക്തിത്വത്തിനുടമയായിരുന്നു ഷെയ്ഖ് അഹമ്മദ് ദീദാത്ത്. നമ്മിൽ പലർക്കും പരിചയമുണ്ടാകണമെന്നില്ല. എന്നിരുന്നാലും ഇന്ത്യക്കാരനായ അദ്ദേഹം തൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ ദക്ഷിണാഫ്രിക്കയിലും യൂറോപ്പിലും ബ്രിട്ടനും ഓസ്ട്രേലിയയിലുമെല്ലാം കഴിച്ചുകൂട്ടുവാനാണ് അദ്ദേഹത്തിന് വിധിയുണ്ടായത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ബോംബെ പ്രൊവിൻസിലെ സൂറത്ത് എന്ന പട്ടണത്തിലാണ് 1918 ഇമാം ഷെയ്ഖ് അഹമ്മദ് ദീദാത്ത് ജനനം കൊള്ളുന്നത്. ഇന്ന് സൂറത്ത് എന്ന പട്ടണം ഗുജറാത്തിൻ്റെ ഭാഗമാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ, ശൈശവ കാലഘട്ടങ്ങളിൽ തന്നെ 9-ാം വയസ്സിൽ തൻ്റെ പിതാവുമൊന്നിച്ച് ദക്ഷിണാഫ്രിക്കയിലേക്ക് വാഹനം കയറുകയും പിന്നീടുള്ള ജീവിതം മുഴുവൻ ദക്ഷിണാഫ്രിക്കയിലും മറ്റു ബന്ധപ്പെട്ട സ്ഥലങ്ങളിലുമായി കഴിച്ചുകൂട്ടുവാനാണ് ഇമാം അഹമ്മദ് ദീദാത്തിന് സാധിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസമായി 6-ാം ക്ലാസ് വരെ പഠിക്കുകയും പിന്നീട് സാമ്പത്തിക പരാധീനതകൾ മൂലം ജോലിക്ക് പോകുവാൻ നിർബന്ധിതനാവുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഷോപ്പിൽ ജോലിക്ക് പോവുകയും തിരിച്ചു വരുന്ന സമയത്ത് നിരന്തരമായി ക്രിസ്ത്യാനികൾ നടത്തുന്ന ഡിബേറ്റുകളും മറ്റും ശ്രവിക്കുവാൻ ഇടയാവുകയും ചെയ്തു. ഇത് നിരന്തരമായി കേട്ടതുകൊണ്ട് തന്നെ ഷെയ്ഖ് അഹമ്മദ് ദീദാത്തിൻ്റെ മനസ്സിൽ ഒരു ബുദ്ധി ഉദിച്ചു. എന്തിനാണ് ഇസ്ലാം എന്ന മഹിതമായ ഈ പ്രസ്ഥാനത്തെ, എന്തിനാണ് ക്രിസ്ത്യാനികൾ ഇത്രത്തോളം എതിർക്കുന്നത് എന്നും അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നും മനസ്സിലാക്കണമെന്നും അഹമ്മദ് ദീദാത്തിൻ്റെ മനസ്സിൽ ബുദ്ധി ഉദിക്കുകയും ചെയ്തു. അങ്ങനെ അതിനുവേണ്ടി ലോകാടിസ്ഥാനത്തിലുള്ള ഭാഷയായ ഇംഗ്ലീഷ് ഭാഷ പഠിക്കണമെന്നും ആഗ്രഹമുണ്ടായി. അങ്ങനെ നിരന്തരമായി ഇംഗ്ലീഷ് ഭാഷ വളരെ ഭംഗിയായി പഠിക്കുകയും ഇസ്ലാമുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പുസ്തകങ്ങളും മറ്റും വായിക്കുവാൻ ഇടയാവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെയധികം വലിയ മാറ്റത്തിന് നാന്ദി കുറിച്ച ഒരു ഗ്രന്ഥമായിരുന്നു റഹ്മത്തുള്ളാഹി എന്ന മഹാനവറുകളുടെ ഇൽഹാറുൽ ഹഖ് എന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥം അതിഭംഗിയായി പലതവണ ഇമാം അവറുകൾ വായിക്കുകയും അതിൽ നിന്നും ഇസ്ലാമിനെക്കുറിച്ച് നന്നായി പഠിക്കുകയും എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഇസ്ലാമിനെ എതിർക്കുന്നത് എന്നുള്ള കാരണങ്ങളുമെല്ലാം മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ ഇമാം അഹമ്മദ് ദീദാത്ത് കാണുന്ന ക്രിസ്ത്യാനികളോടെല്ലാം ഇസ്ലാമിൻ്റെ യഥാർത്ഥ മുഖവും അവർക്ക് കാണിച്ചു കൊടുക്കുകയും അവരോട് സംവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ആയിരത്തി 1942 ആദ്യമായിട്ട് ഷെയ്ഖ് അഹമ്മദ് ദീദാത്ത് എന്നിവർ ഒരു ഡിബേറ്റിൽ പങ്കെടുക്കുന്നത്. അത് ദക്ഷിണാഫ്രിക്കയുടെ തലസ്ഥാനമായിരുന്ന ഡർബനിൽ വെച്ചായിരുന്നു 1942 ആദ്യമായി ഷെയ്ഖ് അഹമ്മദ് ദീദാത്ത് പങ്കെടുത്ത ഡിബേറ്റ് സംവാദം നടക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരന്മാരായിരുന്ന ഗുലാം ഹുസൈൻ യാങ്കർ, താഹിർ റസൂൽ എന്നിവരും ഒന്നിച്ച് ഇസ്ലാമിൻ്റെ പ്രബോധന രംഗങ്ങളിൽ സുസ്ഥിരമായ സംഭാവനകൾ അർപ്പിക്കുവാനും ഇസ്ലാമിക പ്രബോധന മേഖലയിൽ നിരന്തരമായി പ്രവർത്തിക്കുവാൻ ആവശ്യമായ സംഘടനയെ രൂപീകരിക്കുകയും ചെയ്തു. IPCI എന്ന പേരിൽ
അതിബൃഹത്തായ ഒരു സംഘടന, ഇസ്ലാമിക സംഘടന ഷെയ്ഖ് അഹമ്മദ് ദീദാത്ത് രൂപീകരിച്ചു. അങ്ങനെ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുകയും ഇസ്ലാമിനെക്കുറിച്ചുള്ള സംവാദങ്ങളിൽ ഏർപ്പെടുകയും ഇസ്ലാമിനെക്കുറിച്ച് പൊതുജനങ്ങൾക്കും മറ്റും പറഞ്ഞു കൊടുക്കുകയും ആളുകൾ കൂടുന്ന സ്ഥലത്ത് ഇസ്ലാമിൻ്റെ യഥാർത്ഥ മുഖം ജനങ്ങളിലേക്ക് സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തൻ്റെ സഹോദരന്മാരും തൻ്റെ കൂട്ടുകാരുമൊത്ത് ഷെയ്ഖ് അഹമ്മദ് ദീദാത്ത് അവറുകൾ നിർവഹിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ തൻ്റെ തുടക്ക കാലഘട്ടങ്ങളെല്ലാം ദക്ഷിണാഫ്രിക്കയിലും മറ്റുമായി ചിലവഴിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ കഴിവും പ്രാപ്തിയും മനസ്സിലാക്കി ഇസ്ലാമിക ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും നിരന്തരം വിളികളും ക്ഷണങ്ങളും ഉണ്ടാവുകയുണ്ടായി. ഇത്രയേറെ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ മറ്റുള്ള മതസ്ഥർ ഇസ്ലാമിനെ നിന്ദിക്കുന്നു, ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുന്നു എന്ന് കണ്ടപ്പോൾ തൻ്റെ മുസ്ലിം എന്ന വികാരം പ്രകടിപ്പിക്കുവാനും ഇസ്ലാമിനെക്കുറിച്ച് നന്നായി പഠിക്കുവാനും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആശ കൊണ്ടത് മൂലം അദ്ദേഹം ഇത്തരം ഉയർന്ന ജീവിതത്തിലേക്ക് കടക്കുകയാണുണ്ടായത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത പങ്ക്തികളിലായി പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.